ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടോ ഇല്ലേ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. പല ആളുകൾക്കും ചിലപ്പോൾ സംശയമുണ്ടാവാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ വിഷയത്തിൽ ഒരു സംശയവും ഉണ്ടാവില്ല. അല്ലാഹു തആല ഉണ്ട് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്, ഉറപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്, അതിലൊരു സംശയവും ഇല്ല. ഇനി ഏതെങ്കിലും ആളുകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹു തആല ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം ഒന്നും കൂടെ ഊട്ടിയുറപ്പിക്കുന്നതിനും അവരുടെ വിശ്വാസം ശരിയാണ് എന്ന് അറിയിക്കുന്നതിനും വേണ്ടിയിട്ടുമുള്ള ഒരു തെളിവാണ് നമ്മൾ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത്. ഒരേ ഒരു തെളിവ് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിലൂടെ മറ്റുള്ള ദിവസങ്ങളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു തആല ഉണ്ട് എന്നതിന് വ്യക്തമായ തെളിവ് ആർക്കും ബോധ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കൊക്കെ ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്ന, ഏതൊരാൾക്കും ചിന്തിച്ചാൽ വളരെയധികം വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഒരു വസ്തു. ഈ ഒരു വസ്തു ചലിക്കണമെങ്കിൽ, ഒരു വസ്തു അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലിക്കണമെങ്കിൽ എന്തായാലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു ബാഹ്യശക്തി ഇടപെടണം. എന്നല്ലാതെ ഒരു ബാഹ്യശക്തിൻ്റെ ഇടപെടൽ കൂടാതെ ഒരു വസ്തുവും ചലിക്കൂല എന്നുള്ളത് കാര്യം നമുക്കറിയാം. ഞാൻ എൻ്റെ ആ ഫോൺ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ എൻ്റെ ശക്തി ഞാനത് എടുക്കണം, എന്നാൽ അത് ചലിക്കുകയുള്ളൂ. ഒരു കസേര, ആ കസേര ഇപ്പോൾ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ചലിക്കണമെങ്കിൽ, മറ്റൊരു ഭാഗത്തേക്ക് അത് മാറ്റണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ്, ഒരു ശക്തി പ്രവർത്തിക്കണം. അതായത് ഞാനത് എടുക്കണം, അല്ലെങ്കിൽ അത് നീങ്ങാൻ പാകത്ത രൂപത്തിൽ ശക്തമായ കാറ്റടിക്കണം. അപ്പോൾ ആ വസ്തു ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന്, അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ, മറ്റൊരു ഭാഗത്തേക്ക് മാറണമെങ്കിൽ ഒരു ശക്തി, ഒരു ഫോഴ്സ് അവിടെ വരണം. അത് ആർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ചിന്തിച്ചാൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് മാറണം, എന്നാലേ നമുക്കത് ഒരു വസ്തു ചലിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെ വേണം. ഏതൊരു വസ്തു അങ്ങനെ തന്നെയാണ്. നിശ്ചലാവസ്ഥയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന, നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വസ്തു, ഇനേർഷ്യ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിൻ്റെ ആ ഒരു നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വസ്തു അത് ചലിക്കണമെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഒരു ബാഹ്യ ശക്തി ഇല്ലാണ്ട് അത് ചലിക്കൂല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഏത് വസ്തു അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് വസ്തു അങ്ങനെ തന്നെ ഒന്ന് ചലിക്കണമെങ്കിൽ ബാഹ്യശക്തി വേണം, എന്നില്ലാണ്ട് പറ്റില്ല. ന്യൂട്ടൻ്റെ ഒന്നാം സിദ്ധാന്തം അങ്ങനെ തന്നെയാണ്. ന്യൂട്ടന് 3 ചലന നിയമങ്ങളുണ്ട്. അതിൽ ഒന്നാം ചലന നിയമം അതങ്ങനെ തന്നെയാണ്. ഒരു വസ്തു, ആ ഒരു വസ്തുവിൻ്റെ അതിൻ്റെ ജഡത്വം, ഇനേർഷ്യ ഇംഗ്ലീഷിൽ പറയും, അതിൻ്റെ ഇനേർഷ്യമായ ജഡത്വമായ അവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് ചലിക്കണമെങ്കിൽ ബാഹ്യമായൊരു ശക്തി വേണം എന്ന് ന്യൂട്ടൻ്റെ ഒന്നാം സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട്. ന്യൂട്ടൻ കണ്ടെത്തിയ സിദ്ധാന്തമാണത്. എന്തായാലും ആ സിദ്ധാന്തപ്രകാരം നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണത്. ഒരു വസ്തു ചലിക്കണമെങ്കിൽ അതിൻ്റെ ബാഹ്യമായ ഒരു ശക്തി വേണം. അപ്പോൾ ഈ നമുക്ക് ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പഴയ സിദ്ധാന്തപ്രകാരം ഭൂമിയാണ് കേന്ദ്ര ബിന്ദുവായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഭൂമി കേന്ദ്ര ബിന്ദുവും ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ഭൂമിയെ വലയം ചെയ്യുന്നതാണ്, സൂര്യനടക്കം കറങ്ങുന്നതാണ് എന്നാണ് പഴയ സിദ്ധാന്തം ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ സിദ്ധാന്തം അങ്ങനെയല്ല. സൂര്യനാണ് കേന്ദ്ര ബിന്ദു, ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ സൂര്യനെ വലയം ചെയ്യുന്നു എന്നാണ്. നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാം, ഈ സൂര്യന അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ അടങ്ങുന്നത് 8 അല്ല 9 എന്നും പറയുന്നത്. ഇപ്പോൾ 8, പ്ലൂട്ടോയെ പുറത്താക്കി. ഏതായാലും 9 എന്ന് പറയുന്നുണ്ട്. 8 പറയുന്നുണ്ട്. ഈ 8 ഗ്രഹങ്ങളും സൂര്യനെ വലയം ചെയ്യുന്നു. ഭൂമി അടക്കം വലയം ചെയ്യുന്നുണ്ട്. ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലയം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭൂമി കറങ്ങുന്നു, സ്വയം കറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ
ഭൂമിയുടെ മാസ്, അതിന് പിണ്ഡം എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു ഭൂമിയുടെ പിണ്ഡം വലുപ്പം, അതിൻ്റെ വലുപ്പം എത്രയാണ്? ഇത്രയും വലിയൊരു സംഗതി സ്വയം കറങ്ങുകയാണ്, അതിന് പുറമെ ഭൂമിയെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് അത് കറങ്ങുന്നത്? കറങ്ങണമെങ്കിലും ചലിക്കണമെങ്കിൽ ഒരു ശക്തി, ബാഹ്യശക്തി അതിൻ്റെ പിന്നിൽ വേണ്ടി വരും. ബാക്കിയുള്ള ഗ്രഹങ്ങളും യുറാനസും ശുക്രനും ചൊവ്വയും ബാക്കി എല്ലാ ഗ്രഹങ്ങളും കറങ്ങുന്നുണ്ട്. അതിന് പുറമെ ചന്ദ്രൻ, ഭൂമിയുടെ ഉപഗ്രഹമായി പരിചയപ്പെടുന്ന ചന്ദ്രൻ, അതും കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സൂര്യനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങൾ, ഈ സൂര്യൻ കറങ്ങുന്നുണ്ടോ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഏതായാലും ഈ സൂര്യനടക്കമുള്ള ഈ ഗ്രഹങ്ങളും ബാക്കിയുള്ള 8 ഗ്രഹങ്ങളടക്കമുള്ള ഈ ഗാലക്സി അതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ അനേകായിരം ഗാലക്സികൾ അതിൻ്റെ മിൽക്കി വേയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയുടെ മാസ്, അതിന് പിണ്ഡം, വലുപ്പം എത്രയാണെന്ന് ആലോചിച്ച് നോക്കി. അതിന് കനം എത്രയാണ്, വലുപ്പം എത്രയാണ്? ഇതാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചലിക്കണമെങ്കിൽ നമുക്കറിയാലോ, ഒരു വസ്തു ചലിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു ബാഹ്യശക്തി വേണം. ഒരു ബാഹ്യശക്തിയുടെ പ്രവർത്തനമില്ലാതെ ഒരിക്കലും ഒരു വസ്തുവും ചലിക്കുകയില്ല എന്നാൽ എല്ലാവർക്കും അറിയാം. ന്യൂട്ടൻ്റെ 1ാം സിദ്ധാന്ത പ്രകാരം നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ ഭൂമി ചലിക്കുന്നുവെങ്കിൽ അതിന് പിന്നിലൊരു ശക്തി വേണം. സ്വയം കറങ്ങുന്നു, ബാക്കിയുള്ള ഗ്രഹങ്ങളും കറങ്ങുന്നുണ്ട്. ആ ഗ്രഹങ്ങളൊക്കെ കറങ്ങണമെങ്കിൽ അതിന് പിന്നിൽ ഒരു ചാലക ശക്തി വേണം. ഇതില്ലാണ്ട് കഴിയോ? ഇല്ലല്ലോ. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, വർഷങ്ങളായി ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിശ്ചലമായി നിന്നിട്ടില്ല, കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഒരു സമയത്ത് നിൽക്കും, അത് വേറെ, പക്ഷേ അത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രഹങ്ങളും ആരാണ് ഇതിനെ കറക്കുന്നത്? ഇതിനെ കറക്കണമെങ്കിൽ ഒരു ശക്തി വേണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ പടച്ച് അതിനെ പരിപാലിച്ച് കൃത്യമായി അതിൻ്റെ എല്ലാ രൂപത്തിലും നടത്തിക്കൊണ്ടുപോകുന്ന ആളാണ് അല്ലാഹു തആല. ഈ ലോകത്തെ സൃഷ്ടിച്ചത്, ഇത് ഭൂമിയെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങളെയും സൂര്യനെയും ഒക്കെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹു തആലയാണ്. ആ അല്ലാഹു തആലയാണ് ഇതിനെല്ലാം കറക്കിക്കൊണ്ടിരിക്കുന്നത്, ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഭൂമി കറങ്ങുന്നുവെങ്കിൽ അതിന് പിന്നിൽ ഒരു ശക്തി വേണം. ആ ശക്തി ഇല്ലാണ്ട്, ഒരു കഴിവില്ലാണ്ട്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഇടപെടലില്ലാണ്ട് ഭൂമി ചലിക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ശക്തി ആരാണ്? അല്ലാഹു തആലയുടെ ഖുദ്റത്താണ്. അല്ലാഹു തആലയാണ് അത് ചലിപ്പിക്കുന്നത് എന്നുള്ള ആർക്കും ബോധ്യപ്പെടാം. ചിന്തിച്ചു നോക്കിയാൽ ആർക്കും ബോധ്യപ്പെടാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനെ അറിയിക്കുന്ന വേറെയും ചില തെളിവുകളുമായി മറ്റ് ചില വീഡിയോസിൽ വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.